ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജൂലൈ 28 നമ്മൾ വിശുദ്ധ അൽഫോൻസാമയെ ഓർക്കുന്ന ദിവസമാണ്. ഇന്ന് കൈത്താക്കാലം 4-ാമത്തെ ആഴ്ചയുമാണ്, തുടങ്ങുന്ന ദിവസമാണ്. അൽഫോൻസാമയെക്കുറിച്ചൊക്കെ നിങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ട്. ഒരുപാട് ഞാൻ പറയേണ്ട ആവശ്യമില്ല. സഹനപുഷ്പമെന്നാണ് അൽഫോൻസാമ അറിയപ്പെടുന്നത്. സഹിച്ചു മരിച്ച ഒരു വ്യക്തി, ഈശോയ്ക്ക് വേണ്ടിയിട്ട് സഹിച്ച വ്യക്തി, പരാതികളില്ലാതെ സഹിച്ച വ്യക്തി, നമ്മുടെ ഇടയിൽ തന്നെ ജീവിച്ചു മരിച്ച അൽഫോൻസാമയുടെ മാതൃക നമുക്കൊക്കെ ഉത്തേജനം നൽകേണ്ടതാണ്. അൽഫോൻസാമ വിശുദ്ധയായിട്ട് നാമകരണം ചെയ്യപ്പെടാൻ ഇടയായത് അവിടെയുള്ള ആ ചുറ്റുപാടുമുള്ള സ്കൂളുകളിലെ കൊച്ചുകുട്ടികളുടെ ശ്രദ്ധാപൂർവമായിട്ടുള്ള പ്രാർത്ഥന കൊണ്ടാണ്. അവർ പരീക്ഷയ്ക്ക് മുമ്പായിട്ടും ക്ലാസ്സിൽ പോകുന്നതിന് മുമ്പായിട്ടുമൊക്കെ ഭരണജ്ഞാനത്ത് അൽഫോൻസാമയുടെ കബറിടത്തെങ്കിലും വന്ന് പ്രാർത്ഥിച്ചു. അവർക്ക് അൽഫോൻസാമയുടെ മാധ്യസ്ഥം വഴി ധാരാളം അനുഗ്രഹങ്ങൾ കിട്ടിയതായിട്ട് അവർ പറയുന്നു. ചുരുക്കത്തിൽ കൊച്ചുകുട്ടികൾ എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മൾ പോലും അത്ഭുതപ്പെടുന്ന ആ കൊച്ചുകുട്ടികൾ ഈ ലോകത്തിലുള്ള എത്രയോ ആയിരക്കണക്കിനായ ജനങ്ങളെ അൽഫോൻസാമയിലേക്ക് അടുപ്പിക്കാനും അതിലൂടെ ദൈവത്തെങ്കിലേക്ക് കൊണ്ടുപോകാനുമൊക്കെ ആ കുട്ടികൾ കഴിഞ്ഞു. ആരും വിചാരിക്കരുത് എനിക്കൊന്നും കഴിയില്ല എന്ന്. നമുക്കെല്ലാം ധാരാളമായിട്ട് കഴിയും. ഇന്നത്തെ 1-ാമത്തെ വായന നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ ദൈവം പറയുന്നത് ദൈവത്തിൻ്റെ വഴികളിലൂടെ എല്ലാവരും നടക്കണം, മാത്രമല്ല അത് തങ്ങളുടെ മക്കളെ അവർ പഠിപ്പിക്കുകയും വേണം. അവിടെ ആ കാര്യം മാത്രം ഞാനിന്ന് വായിക്കുകയാണ്. ഞാനിന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം. അവ കയ്യിൽ ഒരടയാളമായും നെറ്റിത്തടത്തിൽ പട്ടമായും അണിയണം. അവ നിങ്ങളുടെ വീടിൻ്റെ കട്ടിളക്കാലിന്മേലും പടിവാതിന്മേലും എഴുതുകയും ചെയ്യണം. ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാകണം. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. ദൈവം നമുക്കൊരു പുതിയ ഹൃദയം തരും, ഒരാത്മാവിനെ നമ്മളിലേക്ക് വർഷിക്കും. ദൈവത്തിൻ്റെ ഈ വചനങ്ങളെല്ലാം നമ്മുടെ ഹൃദയത്തിൽ എഴുതപ്പെടും. പന്തക്കുസ്താ ദിവസം പരിശുദ്ധാത്മാവ് തീനാളത്തിൻ്റെ രൂപത്തിൽ ശിഷ്യന്മാരുടെ മേൽ വന്നിരുന്നപ്പോൾ അത് സൂചിപ്പിച്ചത് എന്താണ്? അവരുടെ ഹൃദയത്തിൽ ആ തീയാകുന്ന തീനാളം കൊണ്ട് ദൈവത്തിൻ്റെ പ്രമാണം എഴുതപ്പെടുന്നതിനെയാണ്. യഥാർത്ഥ ആ പഴയ നിയമത്തിലെ സീനായിൽ ദൈവം പ്രമാണം കൊടുത്തപ്പോഴത് കൽപ്പലകളിലാണ് എഴുതപ്പെട്ടത്. പക്ഷേ പുതിയ നിയമത്തിലത് നമ്മുടെ ഹൃദയത്തിലാണ് എഴുതുന്നത്. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിലുണ്ടാകണമെന്ന് പറഞ്ഞാൽ അർത്ഥം നമ്മൾ എന്ത് ചെയ്താലും, എന്ത് പറഞ്ഞാലും, എന്ത് പ്രവർത്തിച്ചാലും, എങ്ങനെ പ്രതികരിച്ചാലുമെല്ലാം അത് ഈ വചനത്തിൽ അടിസ്ഥാനപ്പെടുത്തിയതായിരിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് പറയാനും ചെയ്യാനും ഒക്കെ കഴിയാൻ പാടുള്ളൂ. ചുരുക്കത്തിൽ ഹൃദയത്തിലുണ്ടായാൽ മാത്രം പോരാ. വീണ്ടും പറയുന്നത് എന്താണ്? അത് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. ജാഗരൂകതയോടെ മക്കളെ പഠിപ്പിക്കണം. നമ്മളിൽ എത്ര പേര് നമ്മുടെ മക്കളെ ദൈവത്തിൻ്റെ വഴികൾ ഇതാണ് എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട്? പലപ്പോഴും വീട്ടിലൊക്കെ ഞാൻ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട്, എടാ ദൈവത്തിന് നിരക്കാത്തത് പറയരുത്, ദൈവത്തിന് നിരക്കാത്തത് പറയരുത്. എന്താ ഈ ദൈവത്തിന് നിരക്കാത്തത് പറയുക എന്ന് പറഞ്ഞ അർത്ഥം? അത് മറ്റൊന്നുമല്ല, ദൈവം നമ്മളോട് നേരായ വഴിയിലൂടെ നടക്കാൻ ആ വഴി കാണിച്ചു തന്നിട്ടുണ്ട്. അതിന് ചേരാത്ത രീതിയിൽ നീ സംസാരിക്കരുത്, നീ നുണ പറയരുത്, അല്ലെങ്കിൽ തലമറന്ന് എണ്ണ തേക്കരുത്. നിൻ്റെ അപ്പനും ഞാനും എത്രയധികമായിട്ട് നിന്നെ സ്നേഹിക്കുകയും നിനക്ക് വേണ്ടി എല്ലാം ചെയ്തു തരികയും ചെയ്യുന്നു. എന്നിട്ട് നീ പരാതി പറയുന്നു, ദൈവത്തിന് നിരക്കാത്ത നീ പറയരുത്, ഞങ്ങൾ നിനക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ മക്കളോട് ഇത് പറഞ്ഞു കൊടുക്കണം. ഒരുപക്ഷെ നമുക്ക് പേടിയായിരിക്കാം. ഇന്ന് നമ്മുടെ മക്കൾ തിരിച്ചെന്ത് പറയുമെന്നുള്ള ചിന്തയിൽ പേടിക്കരുത്, പേടിക്കാതെ പറഞ്ഞു കൊടുക്കണം. വീണ്ടും പറയുകയാണ്, അവ നിങ്ങളുടെ മക്കളെ ജാഗരൂകതയോടെ എന്ന് പറഞ്ഞാൽ ശ്രദ്ധാപൂർവം, ഒരിക്കലും നിർത്തരുത്, എന്നും പറഞ്ഞു കൊടുക്കണം. ദൈവത്തിൻ്റെ വഴികൾ ഇതാണ്. വായിക്കാൻ പറയണം, ഇതാ ഇതാണ് എഴുതി വച്ചിരിക്കുന്നത്, ഇതാണ് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. വീണ്ടും സങ്കീർത്തന പുസ്തകം, അതിനകത്ത് 78-ാം സങ്കീർത്തനം നിങ്ങളെടുത്ത് വായിച്ചു നോക്കുക. അവിടെ പറയുന്ന സങ്കീർത്തകൻ പറയുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ പിതാക്കന്മാർ ദൈവം നമ്മളോട് ചെയ്ത ഈ കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ നല്ല വഴിയിലൂടെ നടക്കാൻ പഠിച്ചത്. ഇത് നമ്മുടെ മക്കളിൽ നിന്ന് നമ്മൾ മറച്ചു വയ്ക്കരുത്. കാരണം എന്താണ്? മറച്ചു വെച്ചാൽ അവർ ഒരുപക്ഷെ വഴിതെറ്റിപ്പോകും. നിരന്തരമായിട്ട് അവരോട് പറയണം. അബ്രാഹത്തെ തിരഞ്ഞെടുത്തതിനെക്കുറിച്ച് പലപ്പോഴും ഞാനിവിടെ പറഞ്ഞിട്ടുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകം 18-19 ഇപ്രകാരം പറയുന്നു, നീതിയും ന്യായവും പ്രവർത്തിച്ച കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കാൻ അവൻ്റെ മക്കളോടും അവരുടെ പിൻതലമുറക്കാരോടും അവൻ കൽപ്പിക്കുന്നതിനും അങ്ങനെ ഞാൻ ചെയ്ത വാഗ്ദാനം അവനിലൂടെ പൂർത്തിയാകാനും വേണ്ടിയാണല്ലോ ഞാൻ അവനെ തിരഞ്ഞെടുത്തത്. നമ്മൾ മറന്നു പോകരുത് ഈ മക്കളെ ദൈവത്തിൻ്റെ വഴികൾ പഠിപ്പിക്കുന്ന കാര്യം. 2-ാമത്തെ വായന
തെസ്സലോനിക്ക ലേഖനമാണ്, 2-ാം ലേഖനം 2-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ പൗലോസ് പറയുന്ന കാര്യം എന്താണ്? ആകയാൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കാൻ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ മഹത്വം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ സുവിശേഷത്തിലൂടെ അവിടുന്ന് നിങ്ങളെ വിളിച്ചു. അതിനാൽ സഹോദരരെ, ഞങ്ങൾ വചനം മുഖേനയോ കത്ത് മുഖേനയോ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുകയും അവയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ കർത്താവായ ഈശോ മിശിഹായി നമ്മെ സ്നേഹിക്കുകയും നമുക്ക് തൻ്റെ കൃപയിലൂടെ നിത്യമായ ആശ്വാസവും നല്ല പ്രത്യാശയും നൽകുകയും ചെയ്ത നമ്മുടെ പിതാവായ ദൈവവും നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുകയും എല്ലാ സൽപ്രവൃത്തികളിലും സദ്വചനങ്ങളും നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ. അതിനാൽ സഹോദരരെ, അവിടുന്ന് നിങ്ങളെ വിളിച്ചു. ഞങ്ങൾ വചനം മുഖേനയോ കത്ത് മുഖേനയോ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ആ പാരമ്പര്യങ്ങൾ അനുഷ്ഠിക്കണം. പൗലോസിലെ ഒരുപാട് കത്തുകൾ എഴുതി. നമുക്ക് കിട്ടാതെ പോയ കത്തുകളുമുണ്ട്, ബൈബിളിൽ ഇല്ലാത്തതൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നേരിട്ട് ചെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും അനുസരിക്കാതെ പോകരുത്, നിരന്തരമായിട്ട് ഓർക്കണം ആ വചനങ്ങൾ. അതുപോലെ ആ മാതൃക, പൗലോസ് പറയും, എൻ്റെ മാതൃക നിങ്ങൾ കണ്ടുപഠിക്കുക, എന്നെ കണ്ടുപഠിക്കുക, മറക്കാതെ. എപ്പോഴും നമ്മളോട് ആളുകൾ പറഞ്ഞെന്ന് വരില്ല, പക്ഷെ നമ്മൾ ദൈവത്തിൻ്റെ വചനം മറന്നു പോകാൻ പാടില്ല, ദൈവത്തിൻ്റെ വഴികൾ മറന്നു പോകാൻ പാടില്ല. ആ ദൈവത്തിൻ്റെ വഴികൾ മറന്നുപോയാൽ ദൈവം നമ്മളെയും മറന്നുപോയെന്ന് വരാം. പിതാവിൻ്റെ മുമ്പിൽ നമ്മളെ ദൈവം കർത്താവ് ഏറ്റുപറയുന്നത് എപ്പോഴാണ്? കർത്താവിൻ്റെ നാമം മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ ഏറ്റുപറയുമ്പോൾ മാത്രമേ ഉള്ളൂ. നമ്മളെ ദൈവം ഉപേക്ഷിക്കുന്നില്ല, ഒരിക്കലും ഉപേക്ഷിക്കുന്നില്ല. ഉപേക്ഷിക്കുന്ന നമ്മൾ ദൈവത്തെയാണ്. നമ്മൾ ദൈവത്തെ ഉപേക്ഷിച്ചാൽ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ നിർബന്ധിച്ച് നമ്മളിലേക്ക് കടന്നു വരുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. പ്രിയമുള്ളവർ, അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മൾ സ്വീകരിക്കുക, നമ്മുടെ മക്കളെ പഠിപ്പിക്കുകയും ചെയ്യുക. ഇന്നത്തെ സുവിശേഷം മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 14 മുതൽ 52 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യമാണ് സ്വർഗരാജ്യം. അത് കണ്ടെത്തുന്നവനത് മറച്ചു വയ്ക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു. പിന്നീട് ഇങ്ങനെ ഈ സ്വർഗരാജ്യത്തിൻ്റെ ഉപമകളാണ് കർത്താവ് പറഞ്ഞുകൊണ്ട് പോകുന്നത്. അതായത് ഈ സ്വർഗരാജ്യം എന്താണെന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തി അതിനു വേണ്ടിയിട്ട് എന്ത് ത്യാഗവും സഹിക്കുന്നതാണ് ഈ പറഞ്ഞു വരുന്നത്. എന്ത് വില വേണമെങ്കിലും കൊടുക്കും അതിൻ്റെ മഹത്വം മനസ്സിലാക്കിയാൽ. നിർഭാഗ്യവശാൽ അതിൻ്റെ മഹത്വം എല്ലാവരും എപ്പോഴും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? ഇത് മനസ്സിലാക്കിയവരെന്ന് അവകാശപ്പെടുന്ന നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നിന്ന്, നമ്മുടെയൊക്കെ പ്രവർത്തനത്തിൽ നിന്ന്, നമ്മുടെയൊക്കെ പ്രതികരണത്തിൽ നിന്ന് മറ്റുള്ളവർക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയണം. ഇതാണ് ഏറ്റവും വലുത്. പഴയ നിയമമൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക, സുഭാഷിതങ്ങളുടെ പുസ്തകം, ജ്ഞാനത്തിൻ്റെ പുസ്തകം, അവിടെയൊക്കെ കാണുന്ന കാര്യങ്ങളുണ്ട്. ഒരിക്കലും സത്യം മറച്ചു വയ്ക്കരുത്, അല്ലെങ്കിൽ നുണ പറയരുത്, അല്ലെങ്കിൽ കള്ളത്രാസ് ഉപയോഗിക്കരുത്, കൈക്കൂലി കൊടുക്കരുത്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്താണ് ഈ പറഞ്ഞു വരുന്നത്? നമ്മൾ യഥാർത്ഥത്തിൽ അതൊക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ കൈക്കൂലി വാങ്ങുകയും നുണ പറയുകയൊക്കെ ചെയ്യുമ്പോൾ ഈ സ്വർഗരാജ്യം നമ്മൾ മനസ്സിലാക്കാത്തവരാണ്, അതിൻ്റെ വില മനസ്സിലാക്കാത്തവരാണ്. ചുരുക്കത്തിൽ കർത്താവ് പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ: നിങ്ങളീ ഞാനാകുന്ന ഈ നിധിയെ നിങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ട് നടക്കണം. ദൈവത്തിൻ്റെ വചനം മാംസം ധരിച്ചതാണ് ഈശോ എന്ന് പറയുന്നത്. ആ ഈശോയുടെ വചനങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നു. ആ ഈശോയെ നമ്മൾ മനസ്സാ വാച കർമ്മണ ഒരിക്കലും ഉപദ്രവിക്കാതിരിക്കുക. ഹെബ്രായർ ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ നമ്മൾ വീണ്ടും അവനെ കുരിശിൽ തറയ്ക്കാതിരിക്കുക. കർത്താവിനെ യഥാർത്ഥത്തിൽ ഒരു നിധി എന്ന പോലെ ഹൃദയത്തിലും മനസ്സിലും ഒക്കെ കൊണ്ടു നടക്കുന്നവർക്കാണ് അവിടുത്തെ കൃപ എപ്പോഴും ലഭ്യമാവുക. അപ്പോഴാണ് മറ്റുള്ളവർക്ക് മനസ്സിലാവുക ഇവർ വിശ്വസിക്കുന്ന യഥാർത്ഥത്തിൽ അവർ ശരിയായ രീതിയിൽ വിശ്വസിക്കുന്നത് തന്നെയാണ്, കേവലം അഭിനയമൊന്നുമല്ല എന്ന്. കൈത്താക്കാലത്ത് നമ്മൾ ഓർക്കേണ്ടത് ഇങ്ങനെയൊക്കെയാണ് കർത്താവിൻ്റെ സഭ ഈ ലോകത്തിൽ വളരുന്നത്. നമ്മുടെയൊക്കെ മാതൃക കണ്ടിട്ട് നമ്മുടെ മക്കൾ, നമ്മുടെ അയൽക്കാർ, നമ്മുടെ കൂട്ടുകാർ അവരെല്ലാം കർത്താവിൻ്റെ വഴിയിലേക്ക് വരുമ്പോഴാണ് ഈ സഭയ്ക്ക് വളർച്ച ഉണ്ടാകുന്നത്. അല്ലാതെ നമുക്ക് സ്ഥാപനങ്ങളും അതുപോലെ സമ്പത്തൊക്കെ കുന്നുകൂടുമ്പോഴല്ല നമ്മുടെ വളർച്ച. നമ്മുടെ ഹൃദയത്തിൽ കർത്താവ് വസിക്കാനായിട്ട് ആരംഭിക്കുമ്പോഴാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.